ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു കെമി പേപ്പർ കൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിഞ്ചാൽ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിനായിട്ട് വയലറ്റ് കളറിലുള്ള ഒരു കെമി പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു സൈഡ് മാത്രം അങ്ങനെ മടക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മടക്കിയ ഭാഗം നിവർത്തി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ലൈനിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ മടക്കിയെടുത്ത ഭാഗത്തെ സെൻറ്ററിലുള്ള ആ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, അത് താഴേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം പേപ്പറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ഒരിക്കൽ കൂടി ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു നൈഫിൻ്റെ ഷേപ്പിലായിരിക്കും പേപ്പർ ഉണ്ടായിരിക്കുക. നമുക്കിനി ഇതിനെ ഒരു പ്രിഞ്ചാലിൻ്റെ ഷേപ്പിലേക്കാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പേപ്പറിൻ്റെ ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടും ഒരു സൈഡ് നമ്മൾ മടക്കിയെടുത്ത ഭാഗമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ താഴേക്ക് എക്സ്ട്രാ ഇരിക്കുന്ന പേപ്പർ നമ്മൾ മടക്കിയ വശത്തേക്ക് ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡുകൾ കൂടി ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് പ്രിഞ്ചാലിൻ്റെ മുകളിലുള്ള ആ ഞെട്ടിയുണ്ടല്ലോ, കാലിക്സ്, അതാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളർ ഒരു കെമി പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി പേപ്പർ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ടൊന്ന് പേപ്പർ മടക്കി കൊടുക്കാം. അതിനുശേഷം മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ഇതേപോലൊരു ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി താഴേന്ന് മുകളിലേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് പേപ്പർ ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളിപ്പോൾ മടക്കിയ പോർഷൻ ഒന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഒരു ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് പേപ്പർ വെച്ച് മടക്കി കൊടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ തന്നെ മടക്കിയെടുക്കാം. ഇപ്പോൾ പേപ്പർ നോക്കുമ്പോൾ പേപ്പറിനുള്ളിലായിട്ട് രണ്ട് സൈഡിലും 2 ലൈൻസ് വെച്ചിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ഓരോ സൈഡും ആ 2 ലൈനിലൂടെയും ചേർത്ത് ഇതേ രീതിയിൽ മടക്കിയെടുക്കുക. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നാം, പക്ഷെ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് പോർഷൻ താഴേക്കായിട്ട് മടക്കി കൊടുക്കാം. അതായത് നമ്മൾ ആദ്യം ചെയ്തില്ലേ, അതേപോലെ തന്നെ താഴേക്കായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ടിപ്പ് വീണ്ടും മുകളിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രിഞ്ചാലുണ്ടല്ലോ, അത് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാക്കി എടുക്കാനായിട്ട് നമ്മളിവിടെ കണ്ണും മൂക്കും വായും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഈസിയായിട്ട് ചെയ്തെടുത്ത ഈ ഒരു പ്രിഞ്ചാൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.